കാനഡയ്ക്ക് ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആയല്ലോ. സംഭവം ഈ ഡ്രസ്സ്, അതായത് ഈ ടോപ്പ് എടുത്ത് വെച്ചിട്ട് ഒരു ഓൾമോസ്റ്റ് 2.5 ഇയേഴ്സ് ആയിട്ടുണ്ടെങ്കിലും അതെടുത്ത സമയത്ത് തന്നെ എനിക്കത് ഫിറ്റ് ആയിരുന്നില്ല. ഏതെങ്കിലും ഒരു കാലത്ത് ഞാൻ തടി കുറയുന്നു, എനിക്കത് പ്രോപ്പർ ഫിറ്റ് ആവുന്നൊരു സമയത്ത് കാനഡ ഡേക്ക് റെഡ് വൈറ്റ് തീമിൽ ഡ്രസ്സൊക്കെ ഇട്ട് ഫോട്ടോ എടുക്കണം എന്നതായിരുന്നു എൻ്റെ ആഗ്രഹം. പല കാരണങ്ങൾ കൊണ്ട് ലാസ്റ്റ് 2 തവണത്തെ കാനഡ ഡേക്കും എനിക്ക് ഓട്ടോയിൽ ഉണ്ടാവാൻ പറ്റിയില്ല. കാനഡയുടെ ക്യാപിറ്റൽ ഓട്ടോവ ആയതുകൊണ്ട് തന്നെ ഒരുപാട് പരിപാടികൾ ഇവിടെ മോർണിംഗ് തൊട്ട് നൈറ്റ് വരെ ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇത്തവണ എൻ്റെ നിർഭാഗ്യം കൊണ്ട് ഫ്രണ്ട്സ് ആരും ഫ്രീ ആയിരുന്നില്ല, എല്ലാവർക്കും ജോലിയുണ്ട്. ഞാനാണെങ്കിൽ ഒറ്റയ്ക്കാണ്. പക്ഷേ എനിക്ക് എന്തായാലും പോവാതിരിക്കാനും പറ്റില്ല. അങ്ങനെ ഒരു തീരുമാനത്തിലാണ് ഞാൻ ഫുൾ സെറ്റായിട്ട് കാനഡയ്ക്ക് പോകാൻ തീരുമാനിച്ചത്. സംഭവം ഫുൾ ഡ്രസ്സപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എനിക്ക് തന്നെ ഒരു തോട്ട് വന്നു, ദൈവമേ ഇത് കുറച്ച് കൂടിപ്പോയോ. കാരണം കാനഡയുടെ ഫ്ലാഗ് അതേപടിയാണ് നമ്മുടെ ഡ്രസ്സുമുള്ളത്. പിന്നെ ഒരൊറ്റ ചിന്തയിൽ ഞാൻ അങ്ങ് മുന്നോട്ട് പോയി. അതായത് ആഗ്രഹം നിറവേറ്റുക എന്നതാണല്ലോ മുഖ്യം. ആരുടെയോ പ്രാർത്ഥന കൊണ്ട് അന്നത്തെ ദിവസം മുടി കൂടി സെറ്റായപ്പോൾ ഞാനും ഡബിൾ ഹാപ്പി. അങ്ങനെ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്ത് എൻ്റെ ഫുൾ കോൺഫിഡൻസിനെ മനസ്സിൽ ധ്യാനിച്ച് പുറത്തേക്ക് ഇറങ്ങി. ആ ഒരു ഫുൾ ഡേ പബ്ലിക് ട്രാൻസ്പോർട്ട് ഫുൾ ഫ്രീ ആണ്. ബസ്സിൽ അങ്ങോട്ട് കയറിയപ്പോൾ ഫുൾ റെഡ് വൈറ്റ് അല്ലെങ്കിൽ കാനഡയുടെ ഫ്ലാഗ് ഇത് മാത്രമേ ഉള്ളൂ. പിന്നെ ആ സമയത്താണ് എനിക്ക് കുറച്ചെങ്കിലും ആശ്വാസം വന്നത്. കാരണം ഞാൻ കുറച്ച് കുറഞ്ഞു പോയെങ്കിലേ ഉള്ളൂ എന്നുള്ളൊരു തോട്ടായി. എല്ലാവരും ഒന്നേ റെഡ് അല്ലേ വൈറ്റ്, അല്ലെങ്കിൽ ഒരു കോമ്പിനേഷൻ ഓഫ് റെഡ് ആൻഡ് വൈറ്റ് ആയിരുന്നു വേഷവിധാനം. ഏകദേശം ഒരു സോളോ ട്രിപ്പിന്റെ ഫോമിൽ ഞാനങ്ങ് എക്സ്പ്ലോർ ചെയ്ത് നടന്ന് പാർലമെന്റ് എത്തി. അവിടെ നടക്കുന്ന പല വിധത്തിലുള്ള കലാപരിപാടികളും പുതിയ പ്രൈം മിനിസ്റ്ററിന്റെ സ്പീച്ചും എൻ്റെ പിന്നിൽ കാണുന്ന സെന്റീനിയൽ ഫ്ലെയിമും, അതായത് കാനഡ രൂപീകരിച്ചതിന്റെ 100ാം വാർഷികത്തിൽ അതിന്റെ ഓർമ്മയ്ക്കായി അവർ സ്ഥാപിച്ച ഒരു തീനാളം. സൂര്യനങ്ങ് ഉച്ചസ്ഥായിൽ വന്ന് നിൽക്കുമ്പോഴും ഇതെല്ലാം വീഡിയോയിൽ പകർത്തണം എന്ന നമ്മുടെ ആഗ്രഹം കണക്കിലെടുത്ത് ഇങ്ങനെ നടക്കുന്ന സമയത്ത് ഞാൻ ആ സത്യം തിരിച്ചറിഞ്ഞു. മഴ പെയ്തു തുടങ്ങി. വില്ലനാവാനൊന്ന് ശ്രമിച്ചെങ്കിലും ഒരു ഗസ്റ്റ് റോളിന്റെ വേഷപ്പകർച്ചയോടെ മഴയുടെ വഴിക്ക് പോയി. അങ്ങനെ ഞാൻ കാത്തിരുന്ന സ്ഥലത്തെത്തി. ജീവിതത്തിൽ ആദ്യമായി ഫേസ് പെയിന്റിങ് ചെയ്യുന്നതിന്റെ എല്ലാ എക്സൈറ്റ്മെന്റോടു കൂടെ 2 മണിക്കൂർ ക്ഷമയോടെ ഞാൻ കാത്തിരുന്നു. വളരെയധികം അച്ചടക്ക മനോഭാവത്തോടെ ഞാനവിടെ ഇരുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം പുള്ളിക്കാരി ആളുടെ കയ്യിൽ നിന്ന് കുറച്ച് എക്സ്ട്രാ എഫേർട്ട് ഇട്ട് അത് മാക്സിമം അടിപൊളിയാക്കാൻ നോക്കി. അവിടുന്ന് ഞാൻ എൻ്റെ അടുത്ത ലക്ഷ്യസ്ഥാനമായ പാർലമെന്റ് അവിടെ നടക്കുന്ന ഏരിയൽ ഷോ കാണാനായിട്ട് പോയി. അപ്പോഴേക്കും ജോലി എല്ലാം കഴിഞ്ഞ് റെസ്റ്റ് ഓഫ് ദ കാനഡ ഡേ എൻജോയ് ചെയ്യാനായിട്ട് ബാമി എത്തി. പിന്നെ ആസ് യൂഷ്വൽ ഒരാളെ കൂടെ കിട്ടിയതിൻ്റെ കുറച്ച് ഷോ കാണിക്കാനും കുറച്ച് ഫോട്ടോ എടുക്കാനും കുറച്ചധികം വീഡിയോ എടുക്കാനുമായിട്ട് നമ്മൾ റെഡിയായി. അവിടുന്ന് ഞങ്ങളുടെ ഫൈനൽ ഡെസ്റ്റിനേഷനായ ഫയർ വർക്ക്സ് നടക്കുന്ന സ്ഥലത്തേക്ക് യാത്ര ആരംഭിച്ചു. 2.5 വർഷമായിട്ട് കാനഡയിലെത്തി എനിക്ക് ആദ്യമായിട്ടായിരുന്നു മെട്രോയിൽ ഇത്രയും തിക്കും തിരക്കിൽ ആൾക്കാർ പോകുന്നതുണ്ട്. എനിക്ക് ഏകദേശം തൃശ്ശൂർ പൂരത്തിന്റെ വെടിക്കെട്ട് കാണാൻ പോകുന്നതിൻ്റെ ഒരു അനുഭൂതിയായിരുന്നു. അങ്ങനെ ഞാൻ പ്രതീക്ഷിച്ചതിൽ അടിപൊളിയായി ഇത്തവണത്തെ കാനഡ ഡേ ഹാപ്പിലി എൻഡ്.